മൂന്നാറിൽ വീണ്ടും ജെസിബിയുടെ ഹുങ്കാരം. വൻകിട റിസോർട്ട് കയ്യേറിയ സർക്കാർ ഭൂമി ഒഴിപ്പിച്ചിരിക്കുന്നു ഇന്ന്. കയ്യേറ്റക്കാരെ നിർദാക്ഷിണ്യം ഒഴിപ്പിക്കുമെന്ന് പറഞ്ഞ സർക്കാർ വാക്കുപാലിക്കുമോ? എഡിറ്റേഴ്സ് അവർ ചോദിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. അമ്മയുടെ സ്നേഹസ്പർശം പോലെ സുമിക്സ് കിഡ്സ് വെയർ. മൂന്നാറിൽ വീണ്ടും പൊളിക്കൽ. സർക്കാർ ഭൂമി കയ്യേറിയ ചിത്തിരപ്പുറത്തെ റിസോർട്ടിന്റെ ഭാഗങ്ങൾ പൊളിച്ചു. ടാറ്റയ്ക്കെതിരെ സമരം നയിച്ച VS ഇപ്പോൾ മിണ്ടാട്ടമില്ലെന്ന് MM മണി. ടാറ്റയുടെ കയ്യേറ്റം ഒഴിപ്പിച്ചില്ലെങ്കിൽ ഇനിയും പ്രതിഷേധിക്കുമെന്ന് VS. നീക്കിയാൽ അത് ശരിയായ നടപടിയായിരിക്കും, ഇല്ലെങ്കിൽ അതിന് ശക്തിയായി തീർക്കും. MM മണിയെ പോലെയുള്ള വ്യക്തികളുടെ അഭിപ്രായത്തിന് പ്രസക്തിയില്ലെന്ന് കാനം റിപ്പോർട്ടറോട്. AK ശശീന്ദ്രനെതിരായ ഫോൺ വിളി വിവാദം പോലീസ് അന്വേഷിക്കും. പരാതി പരിശോധനയിലെന്ന് DGP. IG മനോജ് എബ്രഹാമിന് അന്വേഷണ ചുമതല നൽകും. സത്യം ജനത്തിന് മനസ്സിലായെന്ന് ശശീന്ദ്രൻ. പുതിയ മന്ത്രിയെ NCPക്ക് തീരുമാനിക്കാമെന്ന് യെച്ചൂരി. വെബ്കോ ഔട്ട്ലെറ്റുകൾ നിലനിർത്താൻ സർക്കാരിന്റെ പുതിയ നീക്കം. ലൈസൻസ് പരിധി താലൂക്ക് അടിസ്ഥാനത്തിലാക്കി. പഞ്ചായത്തുകൾ അനുമതി നിഷേധിച്ചാലും മറികടക്കാം. പാതയോരത്തെ മദ്യശാല നിരോധനത്തിലെ ഭേദഗതി ആവശ്യത്തിൽ സുപ്രീം കോടതി വിധി നാളെ ഉണ്ടാകും. മുത്തലാഖ് കേസ് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്. അടിയന്തര പ്രാധാന്യം പരിഗണിച്ച് മെയ് 11 മുതൽ വാദം കേൾക്കും. TP സെൻകുമാറിന്റെ സ്ഥലമാറ്റത്തിൽ എല്ലാ ഫയലുകളും ഹാജരാക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം. ജിഷ കേസ്, കുറ്റിങ്ങൽ ദുരന്തം എന്നിവയുടെ രേഖകളും ഹാജരാക്കണം. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ വാഹന പണിമുടക്ക്. എല്ലാ സർവീസുകളും നാളെ നടത്തുമെന്ന് KSRTC. ചരക്ക് വാഹനങ്ങൾ അനിശ്ചിതകാല സമരത്തിൽ. മൂന്നാറിൽ കയ്യേറ്റം ഒഴിപ്പിക്കലിന്റെ ഭാഗമായി പൊളിക്കൽ നടപടി. ചിത്തിരപുരത്ത് ആരോഗ്യവകുപ്പിന്റെ ഭൂമി കയ്യേറി റിസോർട്ട് ഉടമ നിർമ്മിച്ച പാതയും മതിലും ഗേറ്റും റവന്യൂ വകുപ്പ് പൊളിച്ചു. റിസോർട്ടുകാർ 15.5 സെന്റ് സർക്കാർ ഭൂമി കയ്യേറിയെന്ന് സർവേയിൽ കണ്ടെത്തി. ദേവികുളം സബ് കളക്ടർ ശ്രീറാം വെങ്കട്ടരാമന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. മൂന്നാർ ചിത്തിരപുരത്ത് വിച്ചൂസ് കൺസ്ട്രക്ഷൻ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള റിസോർട്ടിന്റെ ഭാഗങ്ങളാണ് ഡെപ്യൂട്ടി തഹസിൽദാറും സംഘവുമെത്തി പൊളിച്ചു നീക്കിയത്. റിസോർട്ട് നിർമ്മിച്ചത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ സ്ഥലം കയ്യേറിയാണെന്ന് സബ് കളക്ടർ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. റിസോർട്ടിന് സബ് കളക്ടർ ശ്രീറാം വെങ്കട്ടരാമൻ നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഉടമകൾ നടപടി സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് റവന്യൂ വകുപ്പ് കയ്യേറ്റം പൊളിച്ചു നീക്കാൻ തീരുമാനിച്ചത്. കയ്യേറി നിർമ്മിച്ച പാതയും മതിൽക്കെട്ടും കവാടവും JCB ഉപയോഗിച്ച് പൊളിച്ചു നീക്കി. എന്നാൽ 14 നിലയുള്ള റിസോർട്ട് പൂർണ്ണമായും സർക്കാർ ഭൂമി കയ്യേറിയാണ് നിർമ്മിച്ചതെന്ന് ആക്ഷേപമുണ്ട്. ഇക്കാര്യം അന്വേഷിക്കുമെന്ന് റവന്യൂ ഉദ്യോഗസ്ഥർ അറിയിച്ചു. കയ്യേറി നിർമ്മിച്ചിരിക്കുന്ന മറ്റ് റിസോർട്ടുകൾക്ക് നേരെയും വരും ദിവസങ്ങളിൽ നടപടി ഉണ്ടായേക്കും. VS സർക്കാരിന്റെ കാലത്തെ മൂന്നാർ ദൗത്യത്തിനു ശേഷം ഇതാദ്യമായാണ് റവന്യൂ വകുപ്പിന്റെ പൊളിച്ചു നീക്കൽ നടപടി ഉണ്ടാകുന്നത്. മൂന്നാറിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിൽ പ്രാദേശിക നേതാക്കൾക്ക് എതിർപ്പുണ്ടെങ്കിലും ഇച്ഛാശക്തിയോടെ സബ് കളക്ടറിന്റെ പ്രവർത്തനമാണ് PHSC സ്ഥലം കയ്യേറിയ ചിത്രപുരത്തെ ഈ JCBയുടെ കൈപൊങ്ങിയത്. മൂന്നാറിൽ ഇനി എത്ര JCBകൾ, എത്ര റിസോർട്ടുകൾ ഇടിച്ചു പൊളിക്കുമെന്നാണ് നമുക്ക് കാണേണ്ടത്. ചിത്രപുരത്തിൽ നിന്നും ബിനീഷിനോടൊപ്പം VS ഹൈദർലി, റിപ്പോർട്ടർ. ഈ വിഷയത്തിൽ മുൻ റവന്യൂ മന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ശ്രീ ജോസഫ് സി മാത്യു, VS അച്യുതാനന്ദന്റെ മുൻ IT ഉപദേഷ്ടാവ്, ശ്രീ ഹരീഷ് വാസുദേവൻ പരിസ്ഥിതി പ്രവർത്തകൻ, ശ്രീ രാജു എബ്രഹാം MLA എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുക. ആദ്യം ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരുണത്തിലുള്ള ഒരു ഒഴിപ്പിക്കൽ നടപടിയിലേക്ക് മൂന്നാർ കടക്കുന്നത്. നിങ്ങളുടെ കാലത്ത് നിയമത്തിൻ്റെ ബുൾഡോസർ ആയിരുന്നു. ഈ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിൽ എന്താണ് മൂന്നാറിൽ സംഭവിച്ചത് എന്നതിൻ്റെ തെളിവായി നമുക്ക് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ റിപ്പോർട്ടുണ്ട്, നിയമസഭാ പരിസ്ഥിതി സമിതിയുടെ റിപ്പോർട്ടുണ്ട്. മൂന്നാർ തിരിച്ചു പിടിക്കാനാകാത്ത വണ്ണം നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന വേളയിൽ ഇനി കയ്യേറ്റങ്ങളോട് നിസ്സംഗമായ സമീപനം സ്വീകരിച്ചാൽ ശരിയാകുമോ? മൂന്നാറിനെ സംബന്ധിച്ചൊരു മാസ്റ്റർ പ്ലാനുണ്ട്. ആ മാസ്റ്റർ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിലുള്ള കൺസ്ട്രക്ഷൻ മാത്രമേ അവിടെ ആകാവൂ, നമ്പർ 1. രണ്ടാമത്തത്, മൂന്നാറിൽ ഈ കയ്യേറ്റ ഭൂമി ഗവൺമെൻറ്റിൻ്റെതാണെങ്കിൽ ഗവൺമെൻറ് കയ്യിൽ തന്നെ എത്തിയേ മതിയാകൂ. അതിനപ്പുറത്തേക്ക് പോകാൻ സാധ്യമല്ല. അതുകൊണ്ട് ആ നടപടി ഏത് രൂപത്തിൽ ഗവൺമെൻറ് മുന്നോട്ട് കൊണ്ടുപോയാലും അതിനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. മൂന്നാമത്തത്, പ്രതികാരദാഹത്തോടു കൂടി നമ്മൾ ചെയ്യുന്നു എന്ന് ജനങ്ങളിൽ നിന്നൊരു പൊതുവിമർശനം വരാൻ ഇടയാവരുത്. അല്ലാത്ത രൂപത്തിൽ തന്നെ പോകണം. 4, ഏത് രൂപത്തിൽ പോയാലും ശരി
നിയമപരമായ നടപടികൾക്ക് വിധേയമായിട്ടായിരിക്കണം ഇതെല്ലാം എടുക്കുന്നത്. അല്ലെങ്കിൽ പഴയ മൂന്നാർ ഓപ്പറേഷൻസിൻ്റെ മാതിരി കോടതിയിൽ ചോദ്യം ചെയ്യുവാനും കോമ്പൻസേഷൻ കൊടുക്കുവാനും ഇടയാകും. അതാകാത്ത വിധത്തിലേക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ നിധി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന മൂന്നാർ അതിൻ്റെ തനിമ കാത്തു സൂക്ഷിച്ചുകൊണ്ട് പോകുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. റൈറ്റ്. ശ്രീ ജോസഫ് സി മാത്യു, കയ്യേറ്റം ഒഴിപ്പിക്കൽ ഈ രീതിയിലാണോ നടക്കേണ്ടത്? അത് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, എന്താണ് മൂന്നാറിലെ പ്രശ്നം എന്നുള്ളതാണ്. ഇതിപ്പോൾ ഒരു രാഷ്ട്രീയ വിഷയമായി കഴിഞ്ഞിരിക്കുന്നു, രാഷ്ട്രീയ ഏറ്റുമുട്ടലിനുള്ള വിഷയവുമായി കഴിഞ്ഞിരിക്കുന്നു. ദേവികുളം MLAക്ക് മൂന്നാർ ടൗണിൽ 8 സെന്റ് ഭൂമിയുണ്ട് എന്നുള്ളതാണോ മൂന്നാറിന്റെ പ്രശ്നം? അതാണോ വൻകിട കയ്യേറ്റവും മാഫിയയും? തീർച്ചയായും അല്ല അഭിലാഷ്. ആ പ്രശ്നത്തെ മുൻനിർത്തി മറ്റ് കയ്യേറ്റങ്ങളെ തടയിടാൻ ശ്രമിക്കുന്നതും ശരിയല്ല. പക്ഷേ നിർഭാഗ്യവശാൽ ഒരു ജനപ്രതിനിധിയാകുമ്പോൾ അങ്ങനെ ഒരു വിഷയം പൊന്തി വരിക എന്നുള്ളത് സ്വാഭാവികമാണ്. അത് വളരെ സമർത്ഥമായി ചിലർ ഉപയോഗിക്കുന്നുമുണ്ട്. അതാദ്യം മനസ്സിലാക്കേണ്ടത് MLA തന്നെയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പാർട്ടിയും അത് തിരിച്ചറിയേണ്ടതാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ അത് നിയമപരമല്ലെങ്കിൽ അതിനെ മുൻനിർത്തി അവരുടെ കയ്യേറ്റങ്ങളെയും ന്യായീകരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. അപ്പോൾ ആ രീതിയിൽ അതിനൊരു പ്രസക്തി ഉണ്ട് എന്നുള്ളതല്ലാതെ അവിടെ അദ്ദേഹത്തിൻ്റെ ഭൂമിയുടെ എക്സ്റ്റെൻറ്റ് വെച്ച് നോക്കിയാലും അദ്ദേഹം പരിസ്ഥിതിക്കുണ്ടാക്കിയിരിക്കുന്ന ഡാമേജിൻ്റെ അളവ് വെച്ച് നോക്കിയാലും അത് താരതമ്യേന ചെറിയ പരിക്കാണ് എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ അതിനപ്പുറത്ത് മൂന്നാറിൽ അവിടുത്തെ പരിസ്ഥിതിക്ക് കോട്ടം തട്ടുന്നു, മൂന്നാറിനത് താങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. അത് നമ്മൾ പല സിഗ്നലുകൾ പ്രകൃതി തന്നെ നമുക്കതിന് നൽകി കഴിഞ്ഞിട്ടുണ്ട്. ആ സ്ഥിതിക്ക് നമ്മൾ കെട്ടിടം ഏറ്റെടുക്കുക എന്നുള്ള ഒരു സമീപനം തീർച്ചയായിട്ടും ശരിയല്ല. അത് കോടതിയിൽ പോലും നിലനിൽക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അവിടുത്തെ പരിസ്ഥിതിക്ക് ഈ കെട്ടിട നിർമ്മാണം ശരിയല്ല, അത് കെട്ടിടം നിർമ്മിക്കാവുന്ന ഭൂമിയല്ല എന്ന് നമ്മൾ വാദിക്കുകയും അതിൻ്റെ ഓണർഷിപ്പ് സർക്കാരിൻ്റെ പേരിലായാൽ അത് കുഴപ്പമില്ല എന്ന് പറയുകയും ചെയ്യുന്നതിൽ ഒരു ഇരട്ടത്താപ്പുണ്ട്. അത് കോടതിയിൽ കയ്യേറ്റക്കാർക്ക് സഹായകരമായ നിലപാടായി മാത്രമേ വ്യാഖ്യാനിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആ കയ്യേറ്റങ്ങളെ അവിടുന്ന് റിമൂവ് ചെയ്യുക എന്നുള്ള ശരിയായ നിലപാടിൽ തന്നെയാണ് വേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. റൈറ്റ്, ഞാൻ ആ പോയിന്റിലേക്ക് മടങ്ങിയെത്താം. ശ്രീ ഹരീഷ് വാസുദേവൻ, ഇവിടെ റവന്യൂ വകുപ്പിൻ്റെ, അതായത് റവന്യൂ ഉദ്യോഗസ്ഥൻ്റെ നടപടികൾക്കും നിലപാടുകൾക്കുമെതിരെ വളരെ ശക്തമായ പ്രാദേശിക പ്രതിഷേധമുണ്ട്. അത് പ്രാദേശിക പ്രതിഷേധം എന്നതിനപ്പുറത്ത് ഈ മന്ത്രിസഭയിലെ ഒരു മന്ത്രി, ഭരണകക്ഷിയിലെ ഒരു MLA, അവരുടെ പ്രാദേശിക യൂണിറ്റ്, ഇവർ സംഘടിപ്പിക്കുന്ന റെസിസ്റ്റൻസ് ഉണ്ട് എങ്കിലും മൂന്നാറിൽ റവന്യൂ വകുപ്പ് എന്താണ് ഉദ്ദേശിക്കുന്നത് അത് നടക്കും എന്നുള്ളതാണെങ്കിൽ അതൊരു വളരെ പോസിറ്റീവായ സന്ദേശമല്ലേ? ഈ സർക്കാരിനെ കുറിച്ച് മറ്റു തരത്തിൽ അവിടെയുള്ള പ്രാദേശികമായ സമ്മർദ്ദങ്ങൾ കൊണ്ട് വിട്ടുവീഴ്ച ചെയ്യുമെന്ന ഭയം അസ്ഥാനത്താണ് എന്നതിന്റെ സൂചന ഈ നടപടിയിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇതിൽ കഴിഞ്ഞ തവണകളിൽ നടന്ന മൂന്നാർ ഓപ്പറേഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തവണ ഞാൻ കാണുന്ന ഒരു പ്രത്യേകത, അവിടുത്തെ പ്രദേശവാസികൾ എല്ലാവരും ഇതിനെതിരായി മാറുന്ന ഒരു കാഴ്ച ഇത്തവണ കാണുന്നില്ല. മണിയാശാനോ അവിടുത്തെ MLAയോ ചില രാഷ്ട്രീയ കക്ഷികളോ സബ് കളക്ടർ മുന്നോട്ട് വയ്ക്കുന്ന ഈ ഓപ്പറേഷന് പ്രത്യക്ഷത്തിൽ എതിര് നിൽക്കുന്നുണ്ടെങ്കിലും അവിടുത്തെ ജനങ്ങൾ വലിയ തോതിൽ സബ് കളക്ടറെ മാനസികമായും കുറച്ചൊക്കെ പുറത്തും പിന്തുണയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക്. ഒരു ഉദാഹരണം പറഞ്ഞാൽ റവന്യൂ വകുപ്പിലെ നമ്മുടെ സുഹൃത്തുക്കൾ ഉദ്യോഗസ്ഥർ, അവിടെ അല്ലാതെ ഭൂരക്ഷാ സേനയിലൊക്കെ പണിയെടുക്കുന്ന ആളുകൾ, അവിടുത്തെ മറ്റ് സാധാരണക്കാർ, അവിടെ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകർ, ഇവരെല്ലാം നമ്മളെ വിളിച്ച് ഇതുവരെ മൂന്നാർ ഓപ്പറേഷനെതിരെ അവിടെ ഉണ്ടായിരുന്ന ജനവികാരത്തിന് അപ്പുറത്ത് ഒരു അനുകൂല തരംഗം സബ് കളക്ടർക്കുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാരണം ഞാൻ മനസ്സിലാക്കുന്നത് 5 സെന്റുകാരെയോ 10 സെന്റുകാരെയോ ഇത്തവണ തൊട്ടിട്ടില്ല, അവിടുത്തെ ഒരു സാധാരണക്കാരനെയും സബ് കളക്ടർ ദ്രോഹിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നൊന്തിട്ടുള്ള ആളുകൾ പാർട്ടിയുമായി വളരെ വേണ്ടപ്പെട്ടവരോ പാർട്ടിക്ക് വലിയ കനത്ത സംഭാവന ചെയ്യുന്നവരോ ഒക്കെ ആയിട്ടുള്ള ആളുകളാണ്. ഇപ്പോൾ ഈ MLAയുമായി എത്തിയിരിക്കുന്ന വിവാദം അവരെ കുറച്ചൊക്കെ ഇതിനകത്ത് ആശങ്കയിൽപ്പെടുത്തുന്നുണ്ട്. മറ്റുള്ള ആളുകളിലേക്കും ഇത് വരുമോ എന്ന അർത്ഥത്തിൽ, പ്രത്യേകിച്ച് ഇത് രാഷ്ട്രീയ വിവാദമായി മാറിയപ്പോൾ. അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ രീതിയിലാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും
അവിടുത്തെ ജനങ്ങൾ, ഇപ്പൊ ഗാർഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ കാലത്തൊക്കെ നമ്മൾ വലിയ വിവാദം നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോ നോക്കിയാൽ മൂന്നാറിൽ അത്തരം വിവാദങ്ങളില്ല. പ്രമുഖ കക്ഷിയായിട്ടുള്ള CPI തന്നെ പിന്തുണയ്ക്കുന്നത് അവിടുത്തെ അവരുടെ വേരുകൾ ശക്തമാണ്. അതായത് അത് ഒരിക്കലും അവരെ എതിർത്ത് പറയില്ല എന്നുള്ളത് കൊണ്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തവണ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് പിന്തുണയുണ്ടെങ്കിൽ ഈ നടപടികളുമായി സബ് കളക്ടർ മുമ്പോട്ട് പോകാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സബ് കളക്ടർ അല്ലാതെ മറ്റാരും, ഇപ്പൊ ജില്ലാ കളക്ടറുടെ ഭാഗത്തുനിന്ന് ശക്തമായിട്ടോ അദ്ദേഹം സ്ഥലത്തുണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റ് പ്രദേശങ്ങളിലുള്ള മറ്റ് മേഖലകളിലുള്ള ആളുകൾ ആരും തന്നെ ഇതിനെ പ്രത്യക്ഷത്തിൽ പിന്തുണച്ച് കാണുന്നില്ല. റൈറ്റ്, ഞാൻ അതിലേക്ക് എത്താം ശ്രീ ഹരീഷ്. അതിനു മുൻപ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, എന്താണ് മൂന്നാറിന്റെ പ്രശ്നം? അത് പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കുന്ന തരത്തിലുള്ള വൻകിട കയ്യേറ്റവും ബഹുനില മന്ദിരങ്ങളും ആണല്ലോ. അപ്പോൾ അത് ആ നിലയ്ക്ക് തന്നെ കാണേണ്ട, പരിഹരിക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷേ എന്താണ് സംഭവിക്കുന്നത്? പ്രതിപക്ഷ നേതാവ് മൂന്നാറിൽ പോകുന്നു, MLAയുടെ കയ്യേറ്റം കാണുന്നു, ഇന്നിപ്പോൾ മുഖ്യമന്ത്രിക്ക് ഇത് പരിശോധിക്കണം എന്നാവശ്യപ്പെട്ട് ഒരു കത്തും നൽകുന്നു. ദേവികുളം MLA 8 സെന്റ് കയ്യേറി അദ്ദേഹത്തിന്റെ പുരയിടം വെച്ചിട്ടുണ്ട് എന്നുള്ളതാണോ മൂന്നാറിൽ കോൺഗ്രസും പ്രതിപക്ഷവും കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം? അങ്ങനെയാണെങ്കിൽ അത് അങ്ങേയറ്റം സങ്കുചിത രാഷ്ട്രീയമാണെന്ന് മാത്രമല്ല, താങ്കൾ ഇന്ന് സൂചിപ്പിക്കുകയുണ്ടായി, നിങ്ങളുടെ സർക്കാരിന്റെ കാലത്ത് ഇത് കയ്യേറ്റമാണെന്ന് അറിയാമായിരുന്നു, പക്ഷേ ഒരു MLA അല്ലേ, അപമാനിക്കേണ്ട എന്ന നിലപാടെടുത്തു എന്ന് താങ്കൾ, റവന്യൂ മന്ത്രിയായിരുന്ന താങ്കൾ ഇന്ന് പറഞ്ഞു. ഇന്ന് MM മണി പറഞ്ഞു, അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ഇത് നേരിട്ട് കണ്ടിട്ട് ഇതാണോ കയ്യേറ്റം എന്ന് പുച്ഛിച്ച ശേഷം തിരിച്ചുപോയി എന്ന്. അതായത് നിങ്ങളുടെ കാലത്ത് അറിയാമായിരുന്ന, നിങ്ങൾ യാതൊരു ആക്ഷനും എടുക്കേണ്ട എന്ന് തീരുമാനിച്ച ഒരു വിഷയമാണ് ഇപ്പോൾ മൂന്നാറിന്റെ വിഷയം എന്ന് അവതരിപ്പിക്കുന്നത് അങ്ങേയറ്റം സങ്കുചിതമായ രാഷ്ട്രീയമല്ലേ? അല്ല, ഇതിവിടെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് തെറ്റിദ്ധാരണ പരത്തുന്ന രൂപത്തിലുള്ള ഒരു ചർച്ചയാവരുത്. ഒന്ന്, ഇപ്പോൾ മൂന്നാറിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ 3, 4, 2, 3 സെൻറ്റുകൾക്കകത്ത് ഒരു വീട് വെക്കുന്ന പ്രശ്നമല്ല, അതിലേക്ക് നമുക്ക് എത്താം. മൂന്നാറിൻ്റെ മൊത്തത്തിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുകയും മാസ്റ്റർ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ അനധികൃതമായി വീട് വെച്ചിരിക്കുന്ന സങ്കേതങ്ങളുണ്ടെങ്കിൽ അതേ മാറ്റുവാനോ അല്ലെങ്കിൽ അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനുള്ള നടപടി എടുക്കുകയും ചെയ്ത് അവിടെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ കൊണ്ടുപോകണം. താമസമുള്ള ആളുകളുണ്ടെങ്കിൽ 1177 അപ്പുറത്തും ഉണ്ടായിരുന്നവർ താമസിക്കുന്നവരുണ്ട് എന്നൊരു വാദഗതിയൊക്കെ വരുന്നുണ്ട്. ഞാൻ ആ വാദഗതിയിലോട്ട് യോജിക്കുന്നില്ല. അപ്പം മൂന്നാറിന് പറയുന്നത് ഒരു പ്രത്യേക മാസ്റ്റർ പ്ലാനാക്കി അത് മൂന്നാറിൻ്റെ പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടിയുള്ള സത്യസന്ധമായ ഒരു സമീപനമാക്കി അതിനെ കൊണ്ടുപോകണം. 2, മൂന്നാറിലെ വൻകിട കയ്യേറ്റക്കാരാണ്. മൂന്നാറിലെ വൻകിട കയ്യേറ്റക്കാരിൽ തന്നെ ഇത് കൊമേഴ്സ്യൽ ആക്ടിവിറ്റിക്ക് വേണ്ടി വിനിയോഗിക്കുകയും പണസമ്പാദനത്തിന് വേണ്ടി ഒരു മാർഗമാണ് മൂന്നാർ കാലാവസ്ഥ എന്ന് കണ്ടെത്തുകയും ചെയ്ത് അവിടെ റിസോർട്ടുകൾ കെട്ടിപ്പൊക്കി ആ ജനജീവിതം തന്നെ ദുസ്സഹമാക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. ഗവൺമെൻറ് ആ കാര്യത്തിനകത്ത് ശക്തമായ നടപടിയെടുക്കണം. ഏത് ഗവൺമെൻറ്റും ആ കാര്യത്തിൽ ശക്തമായ നടപടിയെടുക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നടപടിയിലേക്ക് നമ്മൾ പോകുമ്പോൾ തന്നെ ആ നടപടിക്ക് നിയമവിധേയമാകണം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു നടപടി പശക് കൊണ്ട് നമുക്കതിനെ നേരിടാൻ കഴിയില്ല. ഒരു നടപടിയിലേക്ക് ഗവൺമെൻറ് പോകുമ്പോൾ നടപടിക്ക് തന്നെ നിയമവിധേയമായി തന്നെ അത് പോകാൻ കഴിയണം. നിയമവിധേയമായി തന്നെ അത് ഗവൺമെൻറ്റിൽ അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാകണം. ഇപ്പോൾ മൂന്നാറിൽ 3 തരത്തിലുള്ള ഭൂമി നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, ഒരു സൈഡ് ഫോറസ്റ്റ്, വേറെ സൈഡിൽ KDH, മറ്റൊന്ന് റവന്യൂ ഭൂമിക്കകത്ത് തന്നെ നമ്മളുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടേതായ ഭൂമിയുമുണ്ട്. ഇതെല്ലാം കൂടിക്കൊടിഞ്ഞ് നിൽക്കുകയാണ്. ഞാൻ പറയുന്നത് ഇവിടെ ഏറ്റവും ചെറിയ ഒരു 2 സെൻറ്റ് 3 സെൻറ്റ് 4 സെൻറ്റ് കയ്യേറ്റങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത് അവിടെ ഭീകരന്മാരുടെ കയ്യേറ്റം നമ്മൾ മറച്ചു കളയാൻ ശ്രമിക്കരുത്. ശരി. പാർവതിമല എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് മൂന്നാറിൽ. പാർവതിമല എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിൽ ഇത്രയും മനോഹരമായ ഒരു സ്ഥലം ഉണ്ടാവുകയില്ല. പക്ഷെ പാർവതിമലയിലേക്ക് പോകുന്നതിന് വേണ്ടി ഒരു റോഡ് പോലുമില്ല. അതിൻ്റെ താഴെയല്ല ഏലക്കാടാണ്. അപ്പോൾ നമ്മൾ ആ പാർവതിമല പോലെയുള്ള സ്ഥലം സംരക്ഷിക്കുക, അതിൻ്റെ ചുറ്റുവട്ടം സംരക്ഷിക്കുക, മൂന്നാറിലെ വൻകിട കയ്യേറ്റക്കാരെ ഒഴിവാക്കുക. അത് നമുക്ക് കണ്ണിൽ തോന്നിയ രൂപത്തിലാണ് എന്ന് ജനങ്ങൾ വിമർശിക്കാത്ത വിധത്തിൽ മാസ്റ്റർ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ചെയ്യുക. റൈറ്റ്, ഞാൻ മടങ്ങിയെത്താം MLA അങ്ങയിലേക്ക്. ദയവായി തുടരുക. ശ്രീ S. രാജേന്ദ്രൻ MLA ടെലിഫോൺ ലൈനിൽ. ശ്രീ S. രാജേന്ദ്രൻ, ഇന്നിപ്പോൾ റവന്യൂ വകുപ്പ് തുടങ്ങിയിരിക്കുന്ന പൊളിക്കൽ നടപടി, അതായത് സർക്കാർ ഭൂമിയിലെ കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടി പൂർണ്ണാർത്ഥത്തിൽ സ്വാഗതം ചെയ്യുന്നുണ്ടോ? അവിടുത്തെ ജനങ്ങളുടെ പിന്തുണ അതിനുണ്ടോ? ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട പിണറായി മുഖ്യമന്ത്രി നട്ടലോടുകൂടി ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. അത് മറ്റാർക്കും എടുക്കാൻ പറ്റാത്തത് ഒരു കാര്യത്തിൽ. ഒന്ന്, ഇന്ന് വരെയുള്ളതിനെ എങ്ങനെ നേരിടണം, എങ്ങനെ കാണണം.
നാളെ മുതൽ വരേണ്ടതിനെ എങ്ങനെ നിൽക്കണം? അതായത് കുടിയേറ്റക്കാരെ സംരക്ഷിക്കുകയും പരിസ്ഥിതിക്ക് നിലനിർത്തുകയും ഭാവിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടും മൂന്നാറിനെ സംരക്ഷിക്കുമെന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു. ഇപ്പൊ എല്ലാവരും അത് ഇതും പറഞ്ഞിട്ട് കാര്യമില്ല. പ്രിയപ്പെട്ട തിരുവഞ്ചൂർ അദ്ദേഹവും ഞാനും കഴിഞ്ഞ ഗവൺമെന്റിൽ അദ്ദേഹം റവന്യൂ മന്ത്രിയായിരുന്നപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു ഒരു മോതിരം ഇടാമെന്ന്. ഇപ്പോഴും അദ്ദേഹം മോതിരത്തിന് വേണ്ടി അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹവും ഞാനും ചിന്നക്കാനലില് മഴയത്ത് ഒരു കൊടയിൽ പോയി എന്നിട്ട് ഒരു മരത്തിൽ കൊമ്പേ കയറി. അദ്ദേഹത്തിന് ഓർമ്മയുണ്ടാവും. അദ്ദേഹം കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ എനിക്ക് പാവം ഈ ജനപ്രതിനിധികള് അല്ലെങ്കിൽ പിന്നെ അങ്ങനെ മനുഷ്യത്വം. ഞാൻ പറഞ്ഞ ആരുടെയും ഔദാരികം വേണ്ട. ഇപ്പോഴും പറയാം, ഔദാരികം വേണ്ട. പട്ടയം ഉള്ള ഭൂമിയാണ്. അതിന് സർക്കാരിന് 3 രൂപ അടച്ചിട്ടാണ് പട്ടയം വാങ്ങിച്ചത്. വെറുതെ അല്ല, കയ്യേറ്റമല്ല. ഞാൻ കുടിയേറ്റക്കാരനാണ്, 5ാമത്തെ തലമുറയാണ്, തോട്ടം തൊഴിലാളിയാണ്. ഇത് തമിഴ്നാട്ടിൽ പോകാതിരിക്കാനാണ് ഇവിടെ കുടിയേറ്റക്കാരായി കേരളത്തിൽ നിന്ന് സഹോദരന്മാരെല്ലാം വന്നത്. ആ ബാലൻസ് നിലനിർത്തിക്കൊണ്ട് ഇപ്പോഴും ഞങ്ങൾ കേരളത്തോട് കൂറ് കാണിക്കുന്നവരാണ്, ഞങ്ങൾ കേരളീയരാണ്. ഇത് മനസ്സിലാക്കാതെ പത്രക്കാരും മറ്റുള്ളവരും എന്തേലും വർത്താനം പറയുന്നത് ശരിയല്ല. മറ്റൊരു കാര്യം, മൂന്നാറെ അടച്ചു പൂട്ടിയാൽ നിങ്ങൾ ഇടുക്കി ജില്ലയെ മുഴുവനും അടച്ചു പൂട്ടാമെന്നുള്ള വ്യാമോഹം ആർക്കും വേണ്ട. അല്ല, ഇത് ശ്രീ എസ് രാജേന്ദ്രൻ, ഞാൻ ഈ ചർച്ചയിൽ ഉന്നയിക്കാൻ ശ്രമിക്കുന്ന പോയിന്റ് അതല്ല. ഞാൻ താങ്കളോട് ചോദിച്ച ചോദ്യം, ഇപ്പോൾ സർക്കാർ അല്ലെങ്കിൽ റവന്യൂ വകുപ്പ് തുടങ്ങിയിരിക്കുന്ന നടപടി ഉണ്ടല്ലോ, ഈ കയ്യേറ്റം ഒഴിവാക്കൽ നടപടി ഉണ്ടല്ലോ, അതിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതിനെല്ലാം ഞങ്ങൾ അനുകൂലിക്കുന്ന ആളുകളാണ്. അതായത് ഇന്നിപ്പോ തുടങ്ങി എന്ന് പറയുന്നത് ഗവൺമെന്റ് ഭൂമി തന്നെയാണ്. അപ്പം ആ രൂപത്തിലുള്ളതിന് ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. അത് നീതിബോധത്തിന്റെ ഭാഗമായി ഞങ്ങൾ ഇന്നും ഉൾക്കൊള്ളുന്നതാണല്ലോ. ആരെങ്കിലും മഹാപുരുഷൻ ചമഞ്ഞു വന്നാലാണ് പ്രശ്നം. ഇതിനെ ഒരു എതിരുമില്ലെന്ന് അതിനെ ടി.വിക്കാരെ നിർത്തിക്കൊണ്ട് ജാട കാണിക്കേണ്ട ഒരു കാര്യവുമില്ല. അപ്പം അവര് സ്വന്തമായി ആരെങ്കിലും ഭൂമി ആ നിലയിലുണ്ടെങ്കിൽ ഇതിൽ എം.എൽ.എ മഹാപുരുഷൻ ചമയുന്നതല്ല. ഇനിയിപ്പോൾ ഇന്ന് ഈയിടെ നടപടി എടുത്തു, അടുത്ത ദിവസം കൂടുതൽ റിസോർട്ടുകളിലേക്ക് നടപടി വ്യാപിപ്പിക്കുമായിരിക്കും. എൻ്റെ ഒരു ഊഹമാണ്. കൂടുതൽ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുമായിരിക്കും. അത് സ്വാഭാവികമായി നടക്കുമോ? അതിന് എതിർപ്പുണ്ടാകുമോ? അത് തടയപ്പെടുമോ? മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, ബിൽഡിംഗ് റൂള് വയലേറ്റ് ചെയ്യുകയോ ഭൂമിയുടെ ഉടമ അവകാശം ഇല്ലാതെയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അക്കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും ബാധ്യതയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഞങ്ങളും അത് പിന്താങ്ങിയിട്ടുണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത് സബ് കളക്ടറുടെ ജോലി, ശ്രീറാം വെങ്കിട്ടരാമന്റെ ജോലി സുഗമമായി നടക്കുമോ എന്നുള്ളതാണ്. അതോ കാലുവെട്ടൽ, 4 കാലിൽ നടക്കൽ തുടങ്ങിയ കാര്യങ്ങൾ ആവർത്തിക്കപ്പെടുമോ? അങ്ങനെ എന്ത് ജോലി ചെയ്യുന്നു എന്നാ പറയുന്നത്? ചെയ്യുന്ന ജോലി ഞാൻ രേഖാമൂലം തരാം. അതൊന്നല്ല. ഞങ്ങൾ ഇവിടെ സാധാരണഗതിയിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറയുന്നതും ഗവൺമെന്റ് പറഞ്ഞതാണ് ഞാൻ പറയുന്നത്. അനധികൃതമായി 1 ഇഞ്ച് പോലും ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഗവൺമെന്റ് പറഞ്ഞത് നടപ്പാക്കാനാണ് അവിടെ റവന്യൂ ഉദ്യോഗസ്ഥർ എന്നുള്ളത് താങ്കൾക്ക് അറിയാമല്ലോ. ഗവൺമെന്റ് പറയുന്നതാണ് സ്വാഭാവികമായും നടപ്പാക്കുക. അത് പൂർണ്ണമായും സുഗമമായും സുതാര്യമായും നടപ്പാക്കാൻ പറ്റുമോ? അതിന് എതിർപ്പ് വരുമോ? ഇത് മാത്രമാണ് എന്റെ സംശയം. അതായത് ന്യായമായും ആരെങ്കിലും ഈ പറഞ്ഞ പോലെ ഈ ബിൽഡിംഗ് റൂളോ മറ്റു കാര്യങ്ങളോ പാലിക്കപ്പെടാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് നടപടി സ്വീകരിക്കുന്നതിന് ഞങ്ങൾ ഒരിക്കലും എതിരാവില്ല, അനുകൂലിച്ചേ നിൽക്കത്തുള്ളൂ. അല്ല, ആരെങ്കിലും വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നുള്ള ഒരു സങ്കല്പം പറയല്ലേ. അവിടെ വയലേഷൻ വളരെയധികമുണ്ട്. ലാൻഡ് റവന്യൂ കമ്മീഷണർ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, ഈ ഭൂരേഖകൾ പരിശോധിക്കാൻ സാധിക്കുന്നില്ല, കാരണം അതിന് പോലും പറ്റാത്ത അവസ്ഥയുണ്ട് എന്നാണ്. ഈ കഴിഞ്ഞ പതിറ്റാണ്ടിൽ മാത്രം, കഴിഞ്ഞ 10 വർഷം മാത്രം എത്ര വൻകിട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എത്ര വയലേഷൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഒറ്റനോട്ടം തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ട് വയലേഷൻ ഉണ്ടായെങ്കിൽ എന്ന ക്ലോസ് വേണ്ട, ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും റവന്യൂ വകുപ്പിന് ഇടപെടേണ്ടി വരും. ഇടപെടുകയാണെന്ന് കരുതുന്നു. അങ്ങനെ ഇടപെടുമ്പോൾ അത് സുഗമമായി നടക്കുമോ, അതോ രാഷ്ട്രീയമായ പ്രതിഷേധവും പ്രതിരോധവും അവിടെ ഉണ്ടാകുമോ? ഇത് കേൾക്കൂ. അതായത് നിഷ്പക്ഷമായി താങ്കളും പറയണം. കഴിഞ്ഞ 10 കൊല്ലം എന്ന് പറയരുത്. VS ഇരുന്ന കാലത്ത് ഇതിനു വേണ്ടി ജാഗ്രത കാണിച്ചു. അത് കഴിഞ്ഞ് ആ ഗവൺമെന്റ് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ UDF ഗവൺമെന്റ് കാലത്തിൽ ഞാനും ബഹുമാനപ്പെട്ട തിരുവഞ്ചൂരും ഒരു മഴയത്ത് കൊട പിടിച്ചു പോയ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. എന്നുള്ളത് പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഞങ്ങൾക്കും ബോധ്യമുള്ളതുണ്ട്. ഞാനിപ്പോ അതെല്ലാം അങ്ങനെ പറയാൻ ആഗ്രഹിക്കില്ല. എന്നാലും താങ്കൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് നിയമം പരിശോധിക്കാനുള്ള അവകാശം ഞങ്ങളും ബോധ്യപ്പെടാനുള്ള അവകാശമുണ്ടല്ലോ. ഞാൻ പറയുന്നതിന് നിങ്ങൾ വിശ്വസിച്ചാൽ മതി എന്നുള്ള അതാണ് മഹാപുരുഷനാവരുത്. ആ നിലയിലേക്ക് പറയുന്ന ഏക്കാൻ ഒക്കത്തില്ല. മറിച്ച് ഞങ്ങളും കൂടി ബോധ്യം. ഞങ്ങളോട് എന്താ വിശ്വാസക്കുറവ് നിങ്ങൾക്ക്? ശരി, ഇല്ല, നിങ്ങളോട് വിശ്വാസക്കുറവില്ല. മൂന്നാറിന്റെ അവസ്ഥ പക്ഷെ പരിതാപകരമാണ് എന്നുള്ളതാണ് ഇവിടെ അവശേഷിക്കുന്ന പ്രശ്നം. ഞാൻ അങ്ങയിലേക്ക് വരാം. ദയവായി ടെലിഫോൺ കട്ട് ചെയ്തത്. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ രാജു അബ്രഹാം MLA, മുഖ്യമന്ത്രി പിണറായി വിജയൻ 27-ാം തീയതിയിലെ യോഗത്തിന് ശേഷം പറഞ്ഞത് കയ്യേറ്റങ്ങൾക്കെതിരെ നിർദാക്ഷിണ്യ നടപടിയെടുക്കും, യാതൊരു മൃദു സമീപനവും ഉണ്ടാകുകയില്ല എന്നാണ്. അങ്ങനെ ഒരു ഫ്രീ ഹാൻഡ് അവിടെ റവന്യൂ ഉദ്യോഗസ്ഥർക്കുണ്ടോ എന്ന കാര്യത്തിൽ
കാര്യത്തിൽ ഈ നിമിഷവും സംശയമുണ്ട്. ഇന്ന് നടത്തിയ ഒഴിപ്പിക്കൽ ഓക്കെ, പക്ഷേ നാളെ എന്ത് എന്നുള്ള കാര്യത്തിൽ MLAക്ക് തന്നെ അക്കാര്യത്തിൽ റിസർവേഷൻസ് ഉണ്ട്. അപ്പോൾ സ്വതന്ത്രമായി ഇക്കാര്യത്തിൽ നിയമലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഉദ്യോഗസ്ഥന് അതിന് കഴിയുമോ എന്ന സംശയത്തിന് ആരുത്തരം തരും? അല്ല അഭിലാഷ്, മൂന്നാറിൻ്റെ പ്രശ്നം അല്പസങ്കീർണമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏറ്റവും സ്വാഗതാർഹമായ തീരുമാനമാണ് എടുത്തത്. അനധികൃതമായ കയ്യേറ്റങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കേണ്ടത് തന്നെയാണ്, യാതൊരു തർക്കവുമില്ല. അത് പരിശോധിക്കുമ്പോൾ തന്നെ ഇവിടെ ശ്രീ തിരുവഞ്ചൂർ സൂചിപ്പിച്ചു, അവിടെ കയ്യേറിയ റിസോർട്ടുകൾ പൊളിച്ചതിൻ്റെ നഷ്ടപരിഹാരമായി കോടിക്കണക്കിന് രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് നമ്മൾ കൊടുക്കേണ്ടി വന്നു. എന്തുകൊണ്ടാണ്? ഒന്ന്, അവിടെ റീസർവേ നടക്കണം. ഇപ്പോൾ 14,000-ഓളം ഇപ്പോൾ ഏതൊക്കെയാണ് പട്ടയഭൂമി ഏതൊക്കെയാണ് അല്ലാത്തതിൽ തിരിച്ചറിയാൻ വേണ്ടി കഴിയണം. ഇപ്പോൾ 1/1/77 മുമ്പ് താമസം ആരംഭിച്ച 8 സെന്റ് സ്ഥലത്തിൻ്റെ ഉടമയായ ചോർന്നൊലിക്കുന്ന വീട്ടിൽ കിടന്ന എസ് രാജേന്ദ്രനെതിരെ സമരം നടത്തിയാൽ അവിടുത്തെ ഭൂപ്രശ്നം പരിഹരിക്കാൻ കഴിയുമോ? അപ്പോൾ എസ് രാജേന്ദ്രനെ പോലെ ഉള്ള ആയിരക്കണക്കിന് കുടുംബങ്ങൾ അവിടെ പട്ടയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. 14,000-ഓളം പേർക്ക് മാത്രമാണ് പട്ടയം കൊടുത്തിട്ടുള്ളത്. 25,000-ഓളം പേർക്ക് പട്ടയം അവിടെ നൽകണം, ഉപാധിരഹിത പട്ടയം നൽകണം. പട്ടയം നൽകുമെന്ന് ഈ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു റീസർവേയുടെയൊക്കെ അടിസ്ഥാനത്തിൽ മാത്രമേ ഏതാണ് കയ്യേറ്റ ഭൂമി ഏതാണ് മറ്റു ഭൂമി എന്ന് പരിപൂർണമായി കണ്ടെത്താൻ കഴിയത്തുള്ളൂ. എടുത്തുചാടിയുള്ള ഒരു പൊളിക്കൽ ഒടുവിൽ കോടിക്കണക്കിന് രൂപ സംസ്ഥാന ഗവൺമെന്റിന് നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും. ഇത് കാടടച്ച് വെടിവെക്കുന്നതിന് പകരം സങ്കീർണമായി പരിശോധിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ തീരുമാനങ്ങൾ നടപ്പാക്കുന്ന ഏറ്റവും സത്യസന്ധമായ നിലയിലേക്ക് വളരെ അവധാനതയോടുകൂടി പോകേണ്ട ഒരു പ്രശ്നമാണ് മൂന്നാറിൽ. അതാണ് ഏറ്റവും പ്രധാനമാണ്. തീർച്ചയായും ഞാൻ അതിലേക്ക് വരാം. എസ് രാജേന്ദ്രൻ MLAക്കെതിരെ ആരും സമരം ചെയ്യുന്നില്ല. എസ് രാജേന്ദ്രനാണോ ഭൂമാഫിയയുടെ ആൾ എന്ന് ചോദിച്ചപ്പോൾ സംശയം എന്താണ് എന്ന് മറുചോദ്യം ചോദിച്ചത് ഭരണപരിഷ്കരണ കമ്മീഷന്റെ അധ്യക്ഷനും നിങ്ങളുടെ ഏറ്റവും മുതിർന്ന കേന്ദ്ര കമ്മിറ്റി അംഗവുമായ VS അച്യുതാനന്ദൻ മാത്രമാണ്. ഞാൻ അതിലേക്ക് വരാം. ശ്രീ ജോസഫ് സി മാത്യു, ശരി, ഈ വാദം നിലവിലുള്ള കെട്ടിടങ്ങൾ പൊളിച്ചാൽ ഉണ്ടാക്കുന്ന നിയമപ്രശ്നങ്ങൾ എന്നുള്ളത് ആവർത്തിച്ച് ഇങ്ങനെ ഒഴിപ്പിക്കലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. ഈ VS അച്യുതാനന്ദൻ്റെ സർക്കാരിൻ്റെ 2007 ഓപ്പറേഷന് ശേഷം അല്ലെങ്കിൽ നവീന മൂന്നാറിന് ശേഷം എത്ര ബഹുനില മന്ദിരങ്ങൾ ഈ പരിസ്ഥിതി ദുർബല പ്രദേശത്ത് നിയമങ്ങളെ നോക്കുകുത്തിയായി ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടി ഉയർന്നു എന്നുള്ളത് കൂടി ചർച്ച ചെയ്യേണ്ട. ഞാൻ ഈ 10 കൊല്ലത്തിൻ്റെ കണക്ക് പറയുന്നത്, ഈ 10 കൊല്ലമാണ് മൂന്നാറിനെ മോചിപ്പിക്കാൻ വേണ്ടി ആവർത്തിച്ചുള്ള പരിശ്രമങ്ങളും പ്രഖ്യാപനങ്ങളും ഉണ്ടായത്. പക്ഷേ ഇതിനൊക്കെ ശേഷവും അവിടെ നിയമലംഘനങ്ങൾ നിർബാധം തുടരുകയാണെങ്കിൽ അതിനെ എങ്ങനെ എവിടെ വെച്ചാണ് പിടിക്കേണ്ടത്? അഭിലാഷേ, ഇതിൽ വസ്തുതാവിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ പൊളിച്ച ഒരു റിസോർട്ടിനും കോടിക്കണക്കിന് രൂപ കൊടുക്കേണ്ടി വന്നിട്ടില്ല. അതങ്ങനെ പ്രചരിപ്പിക്കുന്നത് നിർഭാഗ്യകരമാണ്. ഒരു കോടതി വിധിയിൽ 2 റിസോർട്ടുകളുടെ കാര്യത്തിലുള്ള ഒരു കോടതി വിധിയിൽ അത്തരം ഒരു പരാമർശം നമ്മൾ കോമ്പൻസേഷൻ കൊടുക്കണം എന്നുള്ള രീതിയിൽ വന്നു. അത് അപ്പീൽ കിടക്കുന്നേ ഉള്ളൂ. അത് വന്നത് തന്നെ അതിൻ്റെ അകത്തുള്ള സാങ്കേതിക പ്രശ്നം, അതിൽ കളക്ടറായിരുന്ന ശ്രീ രാജു നാരായണസ്വാമി അതിൽ ഒപ്പിട്ടില്ല എന്നുള്ളൊരു സാങ്കേതികത്വം പറഞ്ഞുകൊണ്ടാണ്, പ്രൊസീജിയറൽ എറർ പറഞ്ഞുകൊണ്ടാണ്. 2, ആ വസ്തു തിരിച്ച് ഇതിൻ്റെ ഓണേഴ്സിന് കൊടുത്തിട്ടില്ല. വസ്തു ഇപ്പോഴും സ്റ്റേറ്റിൻ്റെ കയ്യിലാണ്. സ്റ്റേറ്റിൻ്റെ കയ്യിലുള്ള ഭൂമിയുടെ കെട്ടിടത്തിന് മറ്റൊരാൾക്ക് കോമ്പൻസേഷൻ കൊടുക്കണമെന്നുള്ള വിധി വളരെ വിചിത്രമാണ്. അതിൻ്റെ അകത്ത് പറ്റിയത്, അന്ന് റവന്യൂ മന്ത്രിയായിരുന്ന ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ ഭരണകൂട ഭീകരതയാണെന്ന് വിശേഷിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേസ് അവിടെ ദുർബലമാകില്ലേ? അങ്ങനെ ദുർബലപ്പെട്ടു ആ കേസ് ഒരു സ്ഥാനത്ത്. 1. 2, Cloud9 എന്ന് പറയുന്ന റിസോർട്ടിൻ്റെ കാര്യത്തിലാണിത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അന്ന് ഇതിൻ്റെ പൊളിക്കൽ നടപടി നടന്നുകൊണ്ടിരിക്കെ അതിൻ്റെ ഉടമകൾ ഹൈക്കോടതിയെ സമീപിച്ചു. അന്ന് അവരുടെ വക്കീല് ശ്രീ രാംകുമാർ ആയിരുന്നു. അവരെ സമീപിച്ചിട്ട് ഇത് നടപടി നിർത്തിവെക്കണമെന്ന് ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടു. അന്ന് ഹൈക്കോടതിയുടെ ജഡ്ജ്മെൻറ്റ് നമ്മുടെ കയ്യിലൊക്കെ ഉണ്ട്. ആ ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞത് അവർക്ക് 24 മണിക്കൂർ സമയം കൊടുത്തിട്ട് ആ ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞത് ദ ഡിമോളിഷൻ വിൽ കമൻസ് ഫ്രം വെയർ ഇറ്റ് ഹസ് സ്റ്റോപ്പ് ടുഡേ എന്നാണ്. അതായത് ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി പൊളിച്ചതാണ് ആ കെട്ടിടം. അതിൽ കുറ്റക്കാരാണെങ്കിൽ ഹൈക്കോടതിയാണ് ഒന്നാമത് കുറ്റക്കാരൻ. അതുകൊണ്ട് അതിൻ്റെ നിയമം ചലഞ്ച് ചെയ്യുകയാണ് വേണ്ടത്. ആ പേര് പറഞ്ഞ് മറ്റ് കയ്യേറ്റങ്ങൾക്ക് കുടപിടിക്കുക അല്ല നമ്മൾ ചെയ്യേണ്ടത്. 2, ചെറുകിട കയ്യേറ്റങ്ങളുടെ കാര്യം പറയുമ്പോൾ അഭിലാഷ്, അവിടെ നടക്കുന്നത് നമുക്കറിയാം. വൻകിട റിസോർട്ടുകളുടെ എല്ലാം നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ കാണുന്നത്, ഒരു കോൺട്രാക്ട് എടുത്തിരിക്കുന്ന ഒരു വ്യക്തി ചെറിയ ആൾക്കാർക്ക് 2 സെൻറ്റും 5 സെൻറ്റും 10 സെൻറ്റുമായിട്ട് ചെറിയ തുണ്ട് ഭൂമിയായിട്ട് പട്ടയം വാങ്ങി വെക്കുക.
ഈ വ്യക്തികളൊന്നും അവിടെ ഇല്ല. അവരുടെ പേരിൽ പട്ടയം വാങ്ങി വെക്കുകയും ഇത് മൊത്തത്തിൽ ഏതെങ്കിലും റിസോർട്ടുടമ വരുമ്പോൾ മറിച്ചു വെക്കുകയും ചെയ്യുന്ന പ്രക്രിയ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ 5 സെന്റ് 2 സെന്റ് എന്ന് പറയുന്നത് കൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. അതേ സമയത്ത് അവിടെ വർഷങ്ങളായി താമസിച്ച ആൾക്കാർക്ക്, ഇപ്പം നമ്മൾ MLA കാര്യവും പറഞ്ഞു, ശ്രീ രാജു എബ്രഹാം പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. അദ്ദേഹത്തിന് അർഹതപ്പെട്ടതാണെങ്കിൽ അസൈനബിൾ ലാൻഡിൻ്റെ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. അതിൽപ്പെട്ട ഭൂമി തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നൽകണം. അദ്ദേഹത്തിന് അവിടെ താമസിക്കാനും അദ്ദേഹത്തിന് കിടപ്പാടം കെട്ടാനും ഒക്കെയുള്ള അവകാശമുണ്ട്. പക്ഷേ ആ ഭൂമി ഏതാണ് എന്നുള്ളത് വളരെ പ്രകടമായ ഒരു വിഷയമാണ്. അത് വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. കാരണം ഒരു ജനപ്രതിനിധിയെ മാതൃകയാക്കിക്കൊണ്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഷീൽഡ് ആക്കിക്കൊണ്ടാണ് മറ്റ് പലതും അവിടെ സംഭവിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അതിനപ്പുറത്തൊരു പ്രാധാന്യം ശ്രീ രാജേന്ദ്രൻ്റെ ഭൂമിയിലുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഈ വൻകിട റിസോർട്ടുകളുടെ കാര്യത്തിൽ, അതേപോലെ തന്നെ KDH വില്ലേജിലുള്ള ടാറ്റയുടെ ഭൂമിയുടെ കാര്യത്തിൽ നമ്മൾ ശക്തമായി ഇടപെടേണ്ടതുണ്ട്. അത് നമ്മൾ ഒരുപാട് പഠനങ്ങളും ഒരുപാട് റിപ്പോർട്ടുകളും വന്നതാണ്. അതിനിയും നമ്മൾ മറ്റ് പലതിനു വേണ്ടി കാത്തു നിന്നാൽ അത് ഒരു കാലത്തും നടക്കില്ല. അത് ചെയ്യാൻ ഒരു ഇടതുപക്ഷ സർക്കാരിന് മാത്രമേ കഴിയുള്ളൂ. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, VS സർക്കാരിന്റെ കാലത്ത് നിവേദിത P ഹരൻ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ മൂന്നാർ മരിക്കുന്നു എന്നുള്ളതായിരുന്നു ടൈറ്റിലെങ്കിൽ ഇപ്പോൾ ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ കമന്റ് തിരിച്ചു പിടിക്കാനാകാത്ത വണ്ണം മൂന്നാർ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ്. അതായത് ഈ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കൊണ്ട് മരിക്കാൻ തുടങ്ങിയ മൂന്നാറിൻ്റെ മരണം ഏതാണ്ട് പൂർണ്ണാവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്തു രണ്ട് സർക്കാരുകൾ എന്നുള്ളത് അങ്ങേയറ്റം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണല്ലോ. അങ്ങ് റവന്യൂ മന്ത്രിയായിരുന്നപ്പോൾ ഈ നിയമത്തിൻ്റെ ബുൾഡോസർ ഉരുട്ടിക്കൊണ്ട് എന്തെങ്കിലും അവിടുത്തെ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ടോ? VS അച്യുതാനന്ദനോട് ചോദിച്ചാൽ അദ്ദേഹത്തിന് പറയാം, ഞാൻ 92 കെട്ടിടം പൊളിച്ചു, 1200 ഏക്കർ ഭൂമി സർക്കാരിലേക്ക് മുതൽ കൂട്ടി എന്നൊക്കെ. നിങ്ങളുടെ കാലത്ത് എന്താണ് സംഭവിച്ചത്? ഇവിടെ എൻ്റെ കയ്യിലൊരു കണക്കുണ്ട്. അത് 3 മാസത്തെ കണക്ക് മാത്രം. അത് ഏതാണ്ട് 11/7/2011 മുതൽ 4/10/2011 വരെയുള്ള 24 കേസ്. ഈ 24 കേസിനകത്ത് 988.07 ഏക്കർ സ്ഥലം കേരള ഗവൺമെൻറ് പിടിച്ചു, ഗവൺമെൻറ്റിലേക്ക് ചേർത്തു. അതിൻ്റെ റിപ്പോർട്ട് ഗവൺമെൻറ് ഫയലിനകത്തുണ്ട്. ആ ഫയൽ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കും അതിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾക്കും കൃത്യമായിട്ടറിയാം. അപ്പോൾ നമ്മൾ പക്ഷേ ഒരു ബഹളമൊന്നും കാണിച്ചില്ല. ഞാൻ എതിർത്ത അന്നും ഇന്നും എതിർക്കുന്ന ഒരു പോയിൻ്റുണ്ട്. നമ്മളുടെ നാട്ടിൽ ഒരു നേരത്തെ പറഞ്ഞ പോലെ ബുൾഡോസർ രൂപത്തിൽ ഇതെല്ലാം ഇടിച്ചു പൊളിച്ച് പോകുന്നതിനെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായമുള്ള ആളുകളുണ്ട്. അതല്ല, ബുൾഡോസറാണ് വലിയ ആവേശം എന്ന് പറയുന്നവരുണ്ടെങ്കിൽ അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനേക്കാളപ്പുറത്ത് നിയമബോധത്തോടു കൂടി, നീതിബോധത്തോടു കൂടി ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം തിരിച്ചു പിടിക്കാനുള്ള മാർഗങ്ങളുണ്ട്. ശ്രീ രാജു എബ്രഹാം പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ്. രാജു എബ്രഹാം പറഞ്ഞിട്ടുള്ളത് ഈ നിയമപരമായ നടപടി എടുക്കണമെന്ന് മാത്രമാണ്. നിയമപരമായി പൊയ്ക്കോട്ടെ. ആ നിയമപരമായി പോകുന്നതിന് പകരം ഒരു പാർട്ടിയിൽ തന്നെ വ്യത്യസ്തമായ അഭിപ്രായം നിലനിൽക്കുമ്പോൾ നടത്തിയിട്ടുള്ള നടപടിയെ പുറത്തുള്ളൊരു പാർട്ടിയിൽപ്പെട്ട ഞാനെങ്ങനെ ന്യായീകരിക്കാനാണ്? അവർക്ക് തമ്മിൽ പോലും പരസ്പരം കൺവിൻസ്ഡ് അല്ലാത്തൊരു കാര്യം എനിക്കത് പറയാൻ പറ്റുമോ? ശ്രീ രാജേന്ദ്രനോട് പറഞ്ഞല്ലോ ഞങ്ങൾക്കൊരു ഔദാര്യം വേണ്ടത്. ഞാൻ പറയും 8 സെൻറ്റോ അല്ലെങ്കിൽ കൈവശിരിക്കുന്ന 12 സെൻറ്റോ ഞാനതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല. ഞാൻ രാജേന്ദ്രനെ ഇതിനകത്ത് ചർച്ചാ വിഷയമാക്കുന്നില്ല. രാജേന്ദ്രൻ ഒരു പൊതുപ്രവർത്തകൻ, അത് നോക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ പാർട്ടി, ജനസമൂഹം, അവരാ കാര്യങ്ങൾ നോക്കട്ടെ. ഞാൻ അതിനകത്തൊരു ചർച്ചാ വിഷയമാകാൻ ആഗ്രഹിക്കുന്നില്ല. അത് ആ നിലയിൽ തന്നെ പോകട്ടെ. രാജേന്ദ്രൻ പറഞ്ഞത് ശരിയാണ്. ഞാൻ വന്നപ്പോൾ ഞങ്ങൾ രണ്ടാളും ഒരേ കൊടയ്ക്ക് കീഴിലാണ് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുള്ളത്. അങ്ങനെ ഒരു അടുപ്പം കൂടിയുള്ളൊരു വ്യക്തിയെ ഞാൻ ഈ ചെറിയ 8-12 സെൻറ്റുകളുടെ കാര്യത്തിൽ വെച്ച് തർക്കിച്ച് ഞാൻ അതിനകത്തൊരു പോയിൻ്റ് സ്കോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നതേയില്ല. നമുക്കിനി ഇപ്പോൾ വേണ്ടത് എന്താ? മൂന്നാറിൻ്റെ തനിമ നിലനിർത്താൻ കഴിയണം. മൂന്നാർ ഒരു കൊമേഴ്സ്യൽ ഏരിയ ആയിട്ട് മാറാതിരിക്കണം. ദൈവത്തിൻ്റെ വരദാനമാണ് മൂന്നാർ. ആ മൂന്നാറിനെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള നിയമ നടപടികൾ തന്നെ വേണം. ആ നിയമ നടപടി എന്ന് പറയുന്നത് ഇടിച്ചു പൊളിച്ച് തകർത്ത് പോകുന്നതാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കരുതുന്നവരുണ്ടാകാം, അവർക്കത് മനപ്പായസമായിട്ട് മുന്നോട്ട് പോകാം. ശരി, അതുകൊണ്ട് ഞാൻ അതിനെ ഒന്നും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ നിയമത്തിലുള്ള നിയമവും അത് നമ്മളുടെ ഭരണഘടന അനുസരിച്ചുള്ള നിയമാനുസൃതമാകണം എന്നുള്ളതാണ് താങ്കളുടെ പോയിന്റ്. ശ്രീ ജോസഫ് സി മാത്യു, അതിന് നേരിട്ടുള്ള ഒരു ഉത്തരം വേണം. ബുൾഡോസർ കൊണ്ട് എന്ത് നടന്നു, ബുൾഡോസർ ഇല്ലാതെ എന്ത് നടന്നു? ബുൾഡോസർ ഇല്ലാതെ എന്ത് നടന്നു എന്ന് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിശദീകരിച്ചു. VS അച്യുതാനന്ദന്റെ ഭരണത്തിന് ശേഷം ഉണ്ടായ 5 വർഷം
എന്തുണ്ടായി എന്നുള്ളതാണ് താങ്കളുടെ കാഴ്ചപ്പാട്. ബുൾഡോസർ ഇല്ലാതെ എന്തൊക്കെ നേടാൻ കഴിഞ്ഞു മൂന്നാർ? അഭിലാഷേ, അതിനൊരു ക്രോണോളജി ഉണ്ട്. 2010 ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് 2010 ഓഗസ്റ്റ് മാസമാണെന്നാണ് എൻ്റെ ഓർമ്മ, ഒരു സർവകക്ഷി യോഗം കൂടി. അന്ന് പ്രതിപക്ഷത്തുണ്ടായിരുന്ന ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെ പറഞ്ഞത്, സർക്കാർ എടുത്ത എല്ലാ നടപടിക്കും ഞങ്ങൾ സർവാത്മന പിന്തുണ നൽകുകയാണ് ചെയ്തത്. അത് തുടർന്നുകൊണ്ട് പോകാൻ കഴിയാതിരുന്നത് ഭരണപക്ഷിയിലെ അന്തഛിദ്രം കൊണ്ടാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ പറയുന്നതല്ല അദ്ദേഹം 2010 പറഞ്ഞത്. നിങ്ങൾക്ക് രേഖകൾ പരിശോധിക്കാം. 2011 മെയ്യിൽ അധികാരത്തിൽ വന്ന ശേഷം 2011 ജൂണിൽ ഒരു സർവകക്ഷി യോഗം വിളിച്ചു. അന്നാണ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമത്തിൻ്റെ ബുൾഡോസറെ കുറിച്ച് പറഞ്ഞതും 1 വർഷത്തിനകം പട്ടയം മുഴുവൻ കൊടുത്തു തീർക്കുമെന്നും സ്വർണ്ണമോതിരത്തിൻ്റെ കാര്യം നേരത്തെ ശ്രീ രാജേന്ദ്രൻ ഓർമ്മപ്പെടുത്തി. ഇതെല്ലാം പറഞ്ഞത്. എന്നാൽ 2012 ആയപ്പോഴത്തേക്ക് നിയമത്തിൻ്റെ ബുൾഡോസർ മാറി. മുൻപ് ചെയ്തത് ഭരണകൂട ഭീകരതയാണെന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് അദ്ദേഹം വരികയാണ് ചെയ്തത്. അപ്പോൾ സർക്കാരിൻ്റെ കേസുകൾ കോടതിയിൽ ഇരിക്കുന്ന സമയത്താണെന്ന് നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ ഞാൻ ഈ പറയുന്ന നേരത്തെ ഞാൻ ഒരു ചർച്ചയിൽ ഞങ്ങൾ സംസാരിച്ചതാണ്, അതുകൊണ്ടാണ് ഞാനത് ആവർത്തിക്കാതിരുന്നത്. ശ്രീ രാജേന്ദ്രൻ്റെ 8 സെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ മുത്തങ്ങ നമ്മൾ മറന്നു പോകരുത്, ജോഗിയെ നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് UDF നയം ഇതായിരുന്നില്ല. UDF നയം ഒരു ഭൂമിയും ഇല്ലാത്ത ആദിവാസികളെ പോലും വെടിവെച്ച് കൊല്ലുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ഈ പറയുന്ന 2 നയമുണ്ടല്ലോ, പ്രതിപക്ഷ നേതാവ് എഴുതി കൊടുത്തിരിക്കുകയാണ് ഈ ഭൂമിയെക്കുറിച്ച് അന്വേഷിക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ മനുഷ്യത്വത്തിൻ്റെ പേരിലാണ് ഇത് പറയാത്തതെന്ന് പറയുമ്പോൾ അത് പ്രതിപക്ഷ നേതാവിനോടാണ് യഥാർത്ഥത്തിൽ പറയേണ്ടത്. പോട്ടെ, അതെല്ലാം പൊളിറ്റിക്കലായിട്ടുള്ള കാര്യം. പക്ഷേ സാർ പറഞ്ഞ മൂന്നാറിനെ സംരക്ഷിക്കുക എന്നുള്ള വിഷയത്തിൽ അവിടെയുള്ള കെട്ടിടങ്ങളുടെ ഓണർഷിപ്പ് മാറ്റുന്നതുകൊണ്ട് സംരക്ഷിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെ കോൺക്രീറ്റ് ജംഗിൾ ആയപ്പോഴാണ് മൂന്നാറിൻ്റെ പരിസ്ഥിതി തകർന്നതും മൂന്നാർ ഈ രീതിയിൽ മരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വന്നതും. അതിൻ്റെ ഓണർഷിപ്പ് മാറ്റി അതിൻ്റെ തലക്കെട്ട് മാറ്റി എഴുതുന്നതുകൊണ്ട് പരിസ്ഥിതിക്ക് ഒരു ഗുണവും ഉണ്ടാകില്ല. ശരി, അതാണ് താങ്കളുടെ കാഴ്ചപ്പാട്. പൊളിക്കേണ്ടവ പൊളിക്കുക തന്നെ വേണം, പൊളിക്കേണ്ടവ പൊളിക്കുക തന്നെ വേണം എന്നുള്ളതാണ് താങ്കളുടെ കാഴ്ചപ്പാട്. ശ്രീ ഹരീഷ് വാസുദേവൻ, ഇനി ഇപ്പോൾ എന്ത് ചെയ്യാനാകും എന്നുള്ളതാണല്ലോ നമ്മുടെ മുൻപിലുള്ളത്. സബ് കളക്ടർക്ക് ഒരു ഫ്രീ ഹാൻഡ് ഇല്ല. അതിപ്പോൾ MLA സംസാരിച്ചതിൽ നിന്ന് വ്യക്തമാണ്. അദ്ദേഹത്തിന് സർക്കാർ ഭൂമിയാണെന്ന് 100% ഉറപ്പിച്ച് പറയാവുന്ന, മറ്റാർക്കും അവകാശവാദമില്ലാത്ത ഒരു ഭൂമിയിൽ നിന്ന് ഒരു റിസോർട്ടിൻ്റെ കവാടവും മതിലുമൊക്കെ പൊളിച്ചു മാറ്റാൻ കഴിഞ്ഞു എന്നതിനപ്പുറത്ത് ഈ ഭൂമി രേഖകൾ പരിശോധിക്കാനും അതിൽ വീഴ്ച ഉള്ളവ തിരുത്താനും സർക്കാരിൻ്റെ ഭൂമി തിരിച്ചുപിടിക്കാനും ഒക്കെ കഴിയുമെന്ന് കരുതുന്നുണ്ടോ? ഇനിയിപ്പോൾ നമ്മൾ അങ്ങനെ ഒരു അസംഷനിലേക്ക് തന്നെ എത്തുക, അങ്ങനെ ഒരു വൺ മാൻ ഷോ ആണോ മൂന്നാറിൽ വേണ്ടത്? അതിന് യാതൊരു രാഷ്ട്രീയ പിന്തുണയുമില്ലാതെ ഭരണകൂട പിന്തുണയുമില്ലാതെ ഒരു വൺ മാൻ ഷോ കൊണ്ട് ഇത് നടക്കും എന്ന് കരുതുന്നത് മൗഢ്യമല്ലേ? നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ഈ നിമിഷം വരെ കഴിഞ്ഞ 1.5-2 ആഴ്ചക്കാലമായി മൂന്നാർ വീണ്ടും ചർച്ചയിൽ കൊണ്ടുവന്നത് ആ ഒരു മനുഷ്യൻ തന്റെ പണി നിയമപരമായി താൻ നിർവഹിക്കാൻ ബാധ്യതപ്പെട്ട പണി ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ്. മൂന്നാറിനെ മൊത്തം ജലിപ്പിക്കാൻ ഇങ്ങനെ ഏത് ഉദ്യോഗസ്ഥനും വിട്ടുവീഴ്ചയില്ലാതെ തന്റെ പണി ചെയ്തു തുടങ്ങിയാൽ കഴിയും എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണിത്. പക്ഷെ അതുകൊണ്ട് കാര്യങ്ങൾ അവസാനിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഞാൻ ഇതിനു മുമ്പും റിപ്പോർട്ടറിന്റെ ഒരു ചർച്ചയിൽ പറഞ്ഞിരുന്നു, മൂന്നാറിൽ 2 തരം അടിയന്തര ഇടപെടൽ ആവശ്യമുണ്ട്. അതിലൊന്ന്, ഇനി മൂന്നാറിൽ കേരളത്തിലെ മറ്റ് സമതല പ്രദേശങ്ങളിൽ ഉള്ളതുപോലെയുള്ള കെട്ടിട നിർമ്മാണ ചട്ടം മതിയോ ഇല്ലയോ എന്ന് സർക്കാർ തീരുമാനിക്കണം. 2, മൂന്നാറിലെ ഉൾപ്പെടെ ഉള്ള പ്രദേശത്ത് ഖനനങ്ങൾ മറ്റ് സ്ഥലങ്ങളിൽ നടക്കുന്നത് പോലെ മേൽമണ്ണ് ഇടിച്ച് വലിയ കെട്ടിടങ്ങൾക്ക് വേണ്ടി ഖനനങ്ങൾ നടത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. അവിടെ പട്ടയം കൊടുക്കുമ്പോൾ ഏത് തരം ആവശ്യത്തിനാണ് ഇനി അവിടെ പട്ടയം കൊടുക്കേണ്ടതും എത്ര റിസോർട്ടുകളാകാമെന്നും നമ്മൾ തീരുമാനിക്കണം. ഇത് മൂന്നും നമുക്ക് സംസ്ഥാന തലത്തിൽ നയപരമായ തീരുമാനവും നിയമനിർമ്മാണവും ആവശ്യമാണ്. എന്നാൽ സബ് കളക്ടർ ലെവലിലുള്ള അല്ലെങ്കിൽ കളക്ടർ ലെവലിലുള്ള ഒരു ഉദ്യോഗസ്ഥന് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് മറ്റ് നമ്മൾ പറഞ്ഞതെല്ലാം. കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുക, പട്ടയങ്ങൾ റദ്ദാക്കുക. അതിന് ഒരാളുടെയും പിന്തുണ വേണ്ട, ദയവ് ഇത് ഉപദ്രവിക്കാതിരുന്നാൽ മതി. ഞാൻ ഒറ്റ കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് നിർത്താം. അവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കകത്ത് ഇപ്പോൾ നടക്കുന്ന നിയമലംഘനങ്ങൾ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലെല്ലാം അനാവശ്യ രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കുകയും അതിനകത്തുനിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നവരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ വിമർശിക്കുന്നത്. ഞാൻ എന്റെ എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെ പറഞ്ഞ വാക്കുകൾ, അതിനുശേഷം ശ്രീ രാജീവ് ഇബ്രഹാം പറഞ്ഞ കാര്യങ്ങൾ, അവിടെ നടക്കുന്ന റിസോർട്ട് ലോബിയുടെ പേടിയാണ് ഇവർ രണ്ടുപേരും ഷെയർ ചെയ്തത്. അവിടുത്തെ റിസോർട്ട് ലോബിയുടെ ഏറ്റവും വലിയ പേടിയാണ് ഈ കെട്ടിടങ്ങൾ ഇടിച്ചു പൊളിക്കേണ്ടി വരുമോ എന്നുള്ളത്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം അവിടെ പണിത പല കെട്ടിടങ്ങളും മണ്ണിടിച്ചിലിന്റെ ഹൈ ഹസാർഡ് സോണിലാണ്, അത് പലതും പൊളിക്കേണ്ടി വരും.
അവിടെ നേരത്തെ ശ്രീ ജോസഫ് മാത്യു പറഞ്ഞതുപോലെ ടൈറ്റിലിനകത്തുള്ള പേര് എഴുതി മാറ്റിയതുകൊണ്ടാവില്ല. 1 രൂപ പോലും നഷ്ടപരിഹാരം സർക്കാരിന് കൊടുക്കേണ്ടി വന്നില്ലെങ്കിൽ പോലും ശ്രീ രാജു എബ്രഹാം പേടിക്കുന്നത് റിസോർട്ടുകാരന്റെ പണം പോകുമോ എന്നുള്ള പേടി അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ പുറത്തു വരികയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്തരം എല്ലാ കാലത്തും ഉന്നയിക്കുന്ന കയ്യേറ്റം കുടിയേറ്റം തുടങ്ങിയ ദ്വന്ദ്വങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഓപ്പറേഷനെ തകർക്കാൻ ശ്രമിക്കരുത്. അവിടെ ഒരു കുടിയേറ്റക്കാരനെതിരെ എന്ന് ഇവരുടെ JCB വരുന്നോ അന്ന് നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഉദ്യോഗസ്ഥരെ തള്ളിപ്പറയും. ശരി, അതാണ് ഞാൻ മടങ്ങിയെത്താം. ശ്രീ രാജു എബ്രഹാം, താങ്കൾക്കെതിരെയുള്ള വിമർശനം അത് സർക്കാരിനെതിരെയുള്ള വിമർശനം കൂടിയാണ്. എന്താണ് ഇക്കാര്യത്തിലെ സർക്കാരിൻ്റെ യഥാർത്ഥമായ താല്പര്യം? യാതൊരു ദാക്ഷിണ്യവും ഉണ്ടാകില്ല എന്ന വാക്കിനോട്, എന്ന വാചകത്തോട് എത്ര നീതി പുലർത്താനാകും? ഇവിടെ സൂചിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നിയമസഭാ പരിസ്ഥിതി സമിതിയുടെ ശുപാർശയും കൂടിയാണ്. അവയിൽ എത്ര എണ്ണം ഉൾക്കൊണ്ട് ഇനി ഇതാണ് നടപ്പാക്കാൻ പോകുന്നത് എന്ന് തീരുമാനിക്കുന്നു സർക്കാർ? അത് കേവലം ശുപാർശകളായി, സമിതി റിപ്പോർട്ടുകളായി അവസാനിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ അവിടെ 5000 റിസോർട്ട് മുറികളുണ്ട്. ഇനി കൂടുതലായി റിസോർട്ടുകൾ പണിയേണ്ട എന്ന ശുപാർശ. പ്രത്യേക കെട്ടിട നിർമ്മാണ ചട്ടം വേണം മൂന്നാറിന് വേണ്ടിയിട്ടുള്ളത് എന്ന ശുപാർശ. പ്രത്യേക പരിസ്ഥിതി പരിപാലന നയം വേണം മൂന്നാറിന് വേണ്ടി. അവിടെ ഇപ്പോൾ കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഭൂമിയിൽ വാണിജ്യാവശ്യത്തിനുള്ള കെട്ടിടം പണിയരുത് എന്ന നിബന്ധനയുണ്ട്. ക്വാറി ഖനനം നടത്തരുത് എന്ന നിബന്ധനയുണ്ട്. ഹൈക്കോടതി വിധിയുണ്ട്. ബഹുനില മന്ദിരങ്ങൾ പാടില്ല എന്ന് ശുപാർശ ചെയ്യുന്നു പരിസ്ഥിതി സമിതി. ഇതൊക്കെ ഒരു നയമായി രൂപീകരിച്ച് അത് നടപ്പാക്കാനുള്ള ആർജവം ഈ സർക്കാർ കാണിച്ചാൽ അതിനെ ശ്ലാഘിക്കാം. അതല്ലാതെ ഒരു സബ് കളക്ടർ ഒരു മതിൽ പൊളിച്ചത് കൊണ്ട് മൂന്നാറിൽ എന്താകാനാണ്? കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ അത് പാലിക്കാതെ നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങളുണ്ടോ? അതാണ് നമ്മൾ മുഖ്യമായും പരിശോധിക്കേണ്ട ഒരു പ്രശ്നം. അത്തരം പ്രശ്നങ്ങളെ സംബന്ധിച്ചാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി MLA-മാരുടെ ഉദ്യോഗസ്ഥന്മാരുടെ യോഗത്തിൽ അഡ്രസ്സ് ചെയ്തിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അവിടെയാണ് അനധികൃത കയ്യേറ്റങ്ങൾ എന്ന ഒരു കാര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. രണ്ടാമത്, മൂന്നാറിൻ്റെ യശസ് ഉയർത്താൻ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ടൂറിസം മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിലാണ് ഒരു ഊട്ടി മോഡൽ ബൊട്ടാണിക്കൽ ഗാർഡൻ, ഞാൻ രാജേന്ദ്രനുമായി പലതവണ ചർച്ച ചെയ്തൊരു വിഷയമാണ്. രാജേന്ദ്രൻ തന്നെ മുൻകൈ എടുത്ത് കേരളത്തിലെ ഒരുപക്ഷെ ദക്ഷിണ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ, ഒരു കാശ്മീരിന് തുല്യമായ ബൊട്ടാണിക്കൽ ഗാർഡനാണ് അവിടെ ആവിഷ്കരിച്ച് അതിൻ്റെ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നത്. അപ്പം മൂന്നാറിൻ്റെ പരിസ്ഥിതി സംരക്ഷിക്കണം, കാലാവസ്ഥ സംരക്ഷിക്കണം എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു വ്യത്യസ്ത അഭിപ്രായങ്ങളുമില്ല. ഞാൻ പങ്കുവച്ചത് അവിടെയുള്ള ഇതിൻ്റെ എല്ലാം ഒരു അന്തിമ ഇര അവിടുത്തെ കൈവശ ഭൂമിയുടെ ഉടമകളാണ്. 1/1/77 മുമ്പുള്ള അവർക്ക് നിയമപരമായ പട്ടയം നൽകണം. അപ്പം 10,000-15,000 കുടുംബങ്ങളെ വഴിയാധാരമാകുന്ന രൂപത്തിലേക്ക് അത് റിസോർട്ട് മാഫിയയ്ക്ക് വേണ്ടിയാണ് എന്ന തരത്തിലുള്ള ചർച്ചകൾ കൊണ്ടുവരുന്നത് വളരെ ബോധപൂർവമാണ്. ഞങ്ങൾ രാഷ്ട്രീയക്കാരൊക്കെ ഹോട്ടൽ ഉടമകളുടെ ആശങ്ക പങ്കുവെക്കുമെന്ന് പറയുന്ന ഹരീഷ് വാസുദേവൻ അത് പറയാൻ പാടില്ലായിരുന്നു. അദ്ദേഹത്തെ പോലെ പരിസ്ഥിതിയുടെ പേര് പറഞ്ഞ് ബ്ലാക്ക് മെയിലിംഗ് കേരളത്തിലുടനീളം നടത്തുന്ന ചില അഭിഭാഷകരുണ്ട്, ഞങ്ങൾക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള രാഷ്ട്രീയക്കാരുടെ മുകളിൽ കയറി നിരങ്ങാൻ എല്ലാവർക്കും ഒരു ലൈസൻസ് ഉണ്ടെന്ന് ധാരണ ഉണ്ടാവരുത്. അവിടെ ആദ്യമായി പരിസ്ഥിതി കമ്മിറ്റിയുടെ റിപ്പോർട്ട് മൂന്നാറിലെ കയ്യേറ്റങ്ങളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ടാറ്റയുടെ കയ്യേറ്റങ്ങളെ സംബന്ധിച്ച് ഉണ്ടാക്കിയ ആ കമ്മിറ്റിയിലെ അംഗമാണ് ഞങ്ങളാണ് ആദ്യം റിപ്പോർട്ട് ഉണ്ടാക്കിയത്. അപ്പൊ ഞങ്ങൾക്ക് അവിടെ ഒരു റിസോർട്ട് മാഫിയയും സംരക്ഷിക്കണമെന്നോ അവരുടെ ആശങ്കകൾ പങ്കുവെക്കല, മറിച്ച് അവിടുത്തെ കൃഷിക്കാരുടെ കാര്യം പറയുമ്പോൾ, അവിടുത്തെ ജനങ്ങളുടെ കാര്യം പറയുമ്പോൾ അത് മാഫിയയ്ക്ക് വേണ്ടിയാണ് എന്ന തരത്തിലേക്ക് പറഞ്ഞത് തികച്ചും ദൗർഭാഗ്യകരമായി. താങ്കൾ അതിന് മറുപടി പറഞ്ഞു ശ്രീ രാജു എബ്രഹാം. പക്ഷേ ഈ 1/7/77 ശേഷമുള്ളവയോ അതിന് മുൻപുള്ളവയോ എന്ന തരംതിരിവ്, എന്ന രേഖാപരിശോധന സാധ്യമാകുന്നില്ല എന്ന നിസ്സഹായാവസ്ഥ ഇവിടെ ലാൻഡ് റവന്യൂ കമ്മീഷണർ പ്രകടിപ്പിക്കുകയാണ്. പരിശോധിക്കാൻ മാർഗമില്ലാത്ത തരത്തിലേക്കാണ് അവിടെ കാര്യങ്ങൾ. റവന്യൂ ഉദ്യോഗസ്ഥർ നിസ്സഹായത പ്രകടിപ്പിക്കുന്നത് താങ്കൾക്ക് നോക്കിയാൽ കാണാം. അവിടെ ഒരു ഉദ്യോഗസ്ഥൻ ചില നിർമ്മാണങ്ങൾക്ക്, അത് കെട്ടിട നിർമ്മാണ ചട്ടം വയലേറ്റ് ചെയ്തു എന്ന കാരണം കൊണ്ട് മാത്രമല്ലല്ലോ, വാണിജ്യാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന നിബന്ധനയുള്ള ഭൂമിയിൽ വാണിജ്യാവശ്യങ്ങൾക്ക് കെട്ടിടമുണ്ടാക്കിയാൽ, അല്ലെങ്കിൽ ഇതിന് കൃത്യമായ രേഖകളില്ല എന്നുറപ്പുള്ള ഭൂമിയിൽ കെട്ടിടമുണ്ടാക്കിയാൽ, കയ്യേറ്റമാണെന്ന് സംശയിക്കാവുന്ന സാഹചര്യമുള്ള ഭൂമിയിൽ കെട്ടിടം വന്നാലൊക്കെ സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാമല്ലോ. അങ്ങനെ ആക്ട് ചെയ്യാൻ പോകുന്ന ഉദ്യോഗസ്ഥൻ 4 കാലിൽ മടങ്ങേണ്ടി വരുമെന്ന ഭീഷണി നേരിടുമ്പോൾ
ഇതെങ്ങനെയാണ് പ്രായോഗികമാകുക? ഇതെങ്ങനെയാണ് നടപ്പാകുക? അല്ല, അത്തരത്തിൽ നാലുകാലിൽ ഉദ്യോഗസ്ഥന്മാർ പോകും എന്ന് പറയുന്നത് ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നുമില്ല. അങ്ങനെ ചില അഭിപ്രായങ്ങളൊക്കെ കേട്ടു. അത് തീർച്ചയായിട്ടും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. പക്ഷെങ്കിൽ ഇവിടെ മൂന്നാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു റീസർവേ, അതാണ് മൂന്നാറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉത്തമം. അതിനകത്ത് നെല്ലും പതിരും തിരിച്ചറിയാൻ നമുക്ക് കഴിയും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, എടുത്തുചാടി വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മാത്രം മൂന്നാറിലെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്താൽ സ്വാഭാവികമായും അത് പൂർണ്ണമായി വിജയിക്കില്ല. അത് അനുഭവങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ മാഫിയകളെ സംരക്ഷിക്കണമെന്ന് ആരും പറയില്ല. അവിടെ അതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്, അനധികൃതമായ കയ്യേറ്റങ്ങളെ നിർദാക്ഷിണ്യം നേരിടും. ഒരു സംശയം അക്കാര്യത്തിലില്ല. പക്ഷെ എടുത്തുചാടിയാൽ അത് അവധാനതയില്ലാത്ത നടപടിയാണ്. ശരി ശരി, അതാണ് ശ്രീ ഹരീഷ് വാസുദേവൻ. മൂന്നാറിന്റെ പ്രത്യേകമായ അവസ്ഥ കൊണ്ട്, അവിടുത്തെ ഭൂമി ഉടമസ്ഥതയുടെ നേച്ചർ കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. ഈ 4 സെന്റുകാരും 6 സെന്റുകാരും 8 സെന്റുകാരും 10 സെന്റുകാരും ഒക്കെ ഉണ്ട്. തോട്ടം തൊഴിലാളികളുണ്ട്. അവരുടെ ആശങ്കയെ ഒരു തരത്തിലും പ്രതിഫലിപ്പിക്കാതെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ലല്ലോ. അവർ ആ നാട്ടിൽ പ്രവർത്തിക്കേണ്ടവരാണ്. അവിടുത്തെ ജനപ്രതിനിധി അവിടെ നിന്ന് വോട്ട് കിട്ടി ജയിക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ രാഷ്ട്രീയ സമൂഹത്തെ ആകെ അവർ ജനങ്ങളുടെ കൺസേൺ പറഞ്ഞാൽ, അല്ലെങ്കിൽ ചെറിയ ഭൂമി ഉടമകളുടെ കൺസേൺ പറഞ്ഞാൽ അത് മാഫിയാണെന്ന് കരുതണോ? തീർച്ചയായിട്ടും വേണ്ട. ഞാൻ ഈ ചർച്ചയിൽ തുടക്കം മുതൽ പറയുന്നത്, അവിടെ 5 സെന്റുകാരനെയോ 10 സെന്റുകാരനെയോ ഇപ്പോൾ ഉദ്യോഗസ്ഥർ ഉപദ്രവിക്കുന്നതായി ഒരു പരാതിയെങ്കിലും ഇവർ ചൂണ്ടിക്കാണിച്ചിട്ടില്ല. 2, അവിടെയുള്ള കുടിയേറ്റക്കാരെ ആരെങ്കിലും ഒഴിപ്പിക്കുന്നതായി വസ്തുതാപരമായ ഒരു പരാതി ഇപ്പോൾ കളക്ടർക്ക് മുമ്പിൽ ഇല്ല. അവിടെ ഇപ്പോൾ ഈ ചർച്ച മുഴുവൻ തുടങ്ങി വെച്ചത് 14 നില കെട്ടിടം പണിത 2 റിസോർട്ടുകൾക്ക് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുകയും അവരുടെ ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയും, ശ്രദ്ധിക്കുക, ഭൂമി ഏറ്റെടുക്കുമ്പോൾ റിസോർട്ടുകൾ ഉൾപ്പെടെ 14 നിലയിൽ പണിത കെട്ടിടങ്ങൾ ഉൾപ്പെടെ സർക്കാർ ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്ന തീരുമാനം ഹൈക്കോടതിയിൽ വരികയും ഹൈക്കോടതി അതിൽ സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുകയും, ഇത്രയും കാലം നിങ്ങൾ സ്റ്റോപ്പ് മെമ്മോകൾക്കെടുത്ത് നോക്കിയിരിക്കുകയായിരുന്നില്ലേ എന്ന് സർക്കാരിനെ വിമർശിക്കുകയും ചെയ്തപ്പോഴാണ്. അപ്പൊ അടിയന്തരമായി ഇത്തരം ഏറ്റെടുക്കൽ നടപടി എടുക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു. അപ്പോൾ ശ്രീ രാജു എബ്രഹാം പറയുന്ന പോലെ ഇത് വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഒരു സുപ്രഭാതത്തിൽ തുടങ്ങുന്ന തീരുമാനമല്ല. കഴിഞ്ഞ 6-8 മാസക്കാലമായി അവിടെ വന്ന ദേവികുളം സബ് കളക്ടർ എന്ന പോസ്റ്റിലിരുന്ന പല ഉദ്യോഗസ്ഥർ തുടങ്ങി വെക്കുകയും അവസാനം വന്നയാൾ പൂർത്തിയാക്കുകയും ചെയ്ത ഒരു നടപടിയാണ്. ഈ ചാനൽ ചർച്ചകളിൽ വരുന്നത് പോലെയോ വാർത്തകൾ വരുന്നത് പോലെയോ അതിനനുസരിച്ച് പോയി പൊളിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ ഏറ്റെടുക്കുന്ന ആളുകളോ ഇപ്പോൾ മൂന്നാറിലുള്ളതായി ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്, ശ്രീ രാജു എബ്രഹാം പങ്കുവെക്കുന്ന ആശങ്ക, അവിടെ ഏതെങ്കിലും കെട്ടിടം പൊളിക്കുമ്പോൾ കോടിക്കണക്കിന് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും എന്ന് പറയുന്ന ആശങ്ക അവിടുത്തെ സാധാരണക്കാരായ കർഷകരുടെയോ മൂന്നാറിലെ സാധാരണക്കാരന്റെയോ അല്ല. ശരി, താങ്കൾ ആ ആരോപണം ഉന്നയിക്കുകയും അദ്ദേഹം അതിന് മറുപടി പറയുകയും ചെയ്തതാണ്. നമ്മൾ അതിലേക്ക് ചർച്ച ഒതുക്കുന്നില്ല. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അവസാനമായി ഈ വിഷയത്തിൽ ആത്മാർത്ഥതയുണ്ട് എങ്കിൽ സർക്കാർ എടുക്കുന്ന നടപടികളെ പിന്തുണയ്ക്കുകയാണല്ലോ പ്രതിപക്ഷം വേണ്ടത്. സർക്കാർ നടപടി എടുക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല. പക്ഷേ പ്രഖ്യാപനമുണ്ട് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന്. അവിടെ റവന്യൂ വകുപ്പ് ചെറിയ നടപടികളുമായി മുന്നോട്ട് പോകുന്നും ഉണ്ട്. MLAക്ക് കയ്യേറ്റമുണ്ടോ, അത് പരിശോധിക്കണോ എന്നതിനപ്പുറത്ത് മൂന്നാർ കേരളത്തിൻ്റെ ഒരു പൊതു സ്വത്താണ്, അതൊരു പൊതു ആശങ്കയുമാണ് അവിടുത്തെ പരിസ്ഥിതി മോശമാകുന്നതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ആ തരത്തിലൊരു സമീപനം, മൂന്നാറിനെ കയ്യേറ്റ വിമുക്തമാക്കാൻ, സർക്കാർ ഭൂമി തിരിച്ചുപിടിക്കാൻ, അതിൻ്റെ പാരിസ്ഥിതിക പ്രത്യേകതകൾ സംരക്ഷിക്കാൻ സർക്കാർ ഒരു നിലപാടെടുത്താൽ, ഒരു നടപടിയെടുത്താൽ പൂർണ്ണാർത്ഥത്തിൽ പിന്തുണയ്ക്കുമോ പ്രതിപക്ഷം? ഇപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അവിടുത്തെ സബ് കളക്ടർ ശ്രീറാം വെങ്കടേഷ്, അദ്ദേഹം ആകെപ്പാടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ലാൻഡ് പ്രൊട്ടക്ഷൻ ഫോഴ്സാണ്, ഭൂസംരക്ഷണ സേന. ഈ ഭൂസംരക്ഷണ സേനയ്ക്ക് രൂപം കൊടുത്ത ആൾ ഞാൻ തന്നെയാണ്. 2011 ഇനി ഫർദറായിട്ടുള്ള കയ്യേറ്റം ഉണ്ടാകാതിരിക്കാനും നിലവിലുള്ള കയ്യേറ്റങ്ങൾ ഡിറ്റക്റ്റ് ചെയ്യുന്നതിനും നമ്മൾ അന്നുണ്ടാക്കിയ ഭൂസംരക്ഷണ സേനയാണ് ഇന്ന് ഇദ്ദേഹം പൂർണ്ണമായി അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ അന്നത്തെ ആക്ഷൻ കറക്റ്റായി എന്നുള്ളത് ഇപ്പോൾ വന്നല്ലോ. ഉത്തരം താങ്ങുന്ന പല്ലിയ മാതിരി ലോകത്തെന്ത് നടന്നാലും അത് എൻ്റെ പുറകിലൂടെയാണ് എന്നൊരു തെറ്റായ ധാരണ സമൂഹത്തിൽ കൊടുക്കുന്നത് ശരിയുമല്ല. അതുകൊണ്ട് ഈ ഭൂസംരക്ഷണ സേനയെപ്പോലെ അവർക്കാവശ്യമായ മറ്റ് എക്യുപ്മെൻറ്റ്സ് കൂടി കൊടുത്ത് ഇതിനെ വിപുലപ്പെടുത്തുന്നതിന് കഴിയണം. ഫർദറായിട്ടുള്ള കയ്യേറ്റങ്ങൾ നമുക്ക് ഒഴിവാക്കണം. നിലവിലുള്ള കയ്യേറ്റം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയെടുക്കണം. ഞാൻ പറഞ്ഞ ഒരു കാര്യം, ഇത് പോസിറ്റീവായി പോയേ മതിയാകൂ. ഇനി കയ്യേറ്റങ്ങളുടെ കഥ പറഞ്ഞാൽ ഈ 2 മാത്രമല്ല, ഞാൻ വേണമെങ്കിൽ കൈവിരലിൽ എണ്ണി കയ്യേറ്റങ്ങളുടെ പേര് പറയാം. അവർ കോടതിയിൽ പോയത് കൊണ്ട് അന്ന് ഞങ്ങൾക്ക് നടപടിയെടുക്കാൻ പറ്റിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ചില സ്ഥലങ്ങൾ
എൻ്റെ കൈവിരലിലെണ്ണി എനിക്ക് പറയാൻ പറ്റും. റിസോർട്ടുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഈ സ്ഥാപനങ്ങളൊക്കെ ഈ സബ് കളക്ടറുടെ കണ്ണിൽ കാണാതിരിക്കുന്നത് ശരിയല്ല. അങ്ങനെ ചില വൻകിടക്കാരെ കാണുമ്പോൾ അവരുടെ മുമ്പിൽ കണ്ണ് പിഴിച്ച് നിൽക്കുന്നതും ശരിയല്ല. അതുകൊണ്ട് നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. പക്ഷേ ഏത് നടപടി എടുത്താലും അത് നിയമപരമായിരിക്കണം. ശരി, അത് നിയമപരമായിരിക്കണം. അങ്ങനെ നിയമപരമായി നടപടിയെടുക്കാൻ കഴിയട്ടെ. അങ്ങനെ ഒരു മുൻകൈ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആത്മാർത്ഥമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ശ്രീ ജോസഫ് സി മാത്യു, ശ്രീ ഹരീഷ് വാസുദേവൻ, ശ്രീ രാജു അബ്രഹാം, ശ്രീ എസ് രാജേന്ദ്രൻ.